ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. പപ്പ, ഈ ക്രിസ്മസിന് ഓൾ ഫാമിലിക്കും ഗിഫ്റ്റ് കൊടുക്കണം. ഇതാണ് എന്റെ ലിസ്റ്റ്. അപ്പൂപ്പനൊരു M&N TV, ബില്ലിമ്മയ്ക്കൊരു അടിപൊളി ഗ്രൈൻഡർ, ചേട്ടായിക്കൊരു സ്മാർട്ട് ഫോൺ, ചിന്നുവാവിക്കൊരു കുട്ടി ഹെഡ്ഫോൺ, അമ്മ ചേച്ചിക്കൊരു ലാപ്ടോപ്പ്. വാടി മോളെ. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ, ഏറ്റവും മികച്ച ഓഫറുകൾ, ആകർഷകരമായ ഫിനാൻസ് സ്കീം, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ, 75% വരെ വിലക്കുറവ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് 20% വരെ ക്യാഷ് ബാക്ക്. ഈ ക്രിസ്മസിന് ഗൃഹോപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകൂ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഓഫറുകളിലും. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. എഡ്യൂക്കേഷൻ്റെ ഫേസ് ടു ഫേസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഫേസ് ടു ഫേസിൻ്റെ തട്ടകത്തിൽ എന്നോടൊപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഒക്കെ വളർന്നു വന്ന, തോട്ടം മേഖലയുടെ നോവും നൊമ്പരങ്ങളും ഒക്കെ അറിഞ്ഞു വന്ന നേതാവ്, മാധ്യമപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തന പരിചയമുള്ള, ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഇടുക്കി ജില്ലയുടെ അമരക്കാരൻ, താൽക്കാലിക അമരക്കാരനായി മാറിയ CS എന്നറിയപ്പെടുന്ന സന്തോഷ് കുമാറാണ്. സന്തോഷേ, സ്വാഗതം. സന്തോഷം. എന്താണെങ്കിലും വലിയൊരു ഉത്തരവാദിത്വം താൽക്കാലികമെങ്കിലും അല്ലേ താങ്കളിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്ത് വരുന്ന ഈ ഒരു സമയത്ത് BJP പോലൊരു പാർട്ടിയുടെ അതിനെ ജില്ലയിൽ നയിക്കുക എന്ന് പറയുന്നത് വളരെ ഏറെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ്. എങ്ങനെയാണ് താൽക്കാലികമെങ്കിലും ഈ ഒരു ഉത്തരവാദിത്വം താങ്കളിലേക്ക് എത്തിയത്? അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു. കാരണം നമ്മുടെ നിലവിലെ ഐച്ചേട്ടൻ, അതായത് ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ അവധി എടുത്തിരുന്നു. അപ്പോൾ അവധി എടുത്ത് ഈ മാസം വീണ്ടും തിരിച്ചു വരുമെന്നുള്ള ഇതിലായിരുന്നു. അപ്പം കുറച്ച് ദിവസങ്ങൾ കൂടി അവധി ആവശ്യമുണ്ട്. അതിന് പ്രകാരം കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കുകയും അതിന് പ്രകാരം മിനിഞ്ഞാന്നാണ് നമ്മളെ ഈ ഒരു ഇതിലേക്ക് പ്രഖ്യാപിച്ചത്. തികച്ചും വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഒന്ന്, ഇടുക്കിയെ പോലൊരു ജില്ലയിൽ നയിച്ചു കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി, അതെ, വളരെ റിസ്ക്കാണ്. എങ്കിലും നിലവിലെ സംഘടനയെ എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ അതിനെ പിന്തുടർന്നുകൊണ്ട് ഞാനിരിക്കുന്ന അത്രയും ദിവസം വീണ്ടും സംഘടന ഇച്ചിരൂടെ ഉത്സാഹത്തിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെച്ചപ്പെടുത്താം, മാക്സിമം മെച്ചപ്പെടുത്തും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നല്ലൊരു എന്നാ പറയുന്നത് ഒരു പ്രകടനം കാഴ്ചവെക്കുവാനും തീർച്ചയായിട്ടും തയ്യാറാവും. ഒരു പക്ഷേങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളെയൊക്കെ വെച്ച് BJP കുറച്ചുകൂടി ഉത്തരവാദിത്വത്തിലേക്ക്, കാരണം തുടർ ഭരണം ഇപ്പം അടുപ്പിച്ച് മോദി ഭരണം വന്നിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും BJPയെ പോലെ ഒരു പാർട്ടി തുടർ ഭരണത്തിനായി അഹോരാത്രം പണിയെടുക്കേണ്ട ഒരു ചുമതല ഒരുപക്ഷെ പ്രാദേശിക തലം മുതൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും, അത് കിട്ടിയില്ല എന്നതിന് അപ്പുറത്ത് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നൊരു കടുത്ത ഉത്തരവാദിത്വം തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത്? തീർച്ചയായിട്ടും. അതായത് നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം BJPയെ ഒഴിവാക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവുമൊക്കെ എപ്പോഴും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പല പാർലമെൻറ്റ് മണ്ഡലങ്ങളും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്, ലഭിക്കുന്ന സാഹചര്യം വരെ എത്തി. ആ സമയത്തും ഒരുമിച്ച് നിന്നുകൊണ്ട് പരാജയപ്പെടുത്തുന്ന ഒരു സമീപനമാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ ചേട്ടൻ മഞ്ചേശ്വരത്ത് നിന്ന് തോറ്റത് വെറും 79 വോട്ടിനാണ്. കഴിഞ്ഞ തവണ 750 വോട്ടിനാണ് തോറ്റത്. അപ്പം അത്രത്തോളം അവർ ജയിക്കും എന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പോരാട്ടമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പം കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് BJP തന്നെയാണ്.
കാരണം എല്ലാം ജനകീയ വിഷയങ്ങളിലും ഇടപെടുകയും അതോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ അതിൻ്റെ ഇപ്പം താൽക്കാലിക ചുമതലയെങ്കിലും ഈ അവസരത്തിൽ എന്നെ അങ്ങനെ ആക്കിയതിൽ സംഘടനയോട് വളരെയധികം കടപ്പാടുണ്ട്. അതോടൊപ്പം സംഘടനയെ ഉദ്ദേശിച്ച തരത്തിൽ സംഘടനയെ കൊണ്ടെത്തിക്കാൻ ഞാൻ അതെ സന്തോഷം. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യമൊക്കെ ഈ മഞ്ചേശ്വരത്തെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ ഒരു പക്ഷേയെങ്കിൽ ഇവിടെ BJP ഒതുക്കുവാനായിട്ട് ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ശത്രുപക്ഷത്താണ് എന്നൊക്കെ പറയുമ്പോഴും അവർ പരസ്പര ശത്രുക്കളാണെന്ന് പറയുമ്പോഴും ദേശീയ തലത്തിൽ BJP ഒതുക്കാൻ വേണ്ടി മുന്നണി സംവിധാനത്തിൽ പോലും കൈകോർക്കുക വഴി ഈ മുന്നണികളൊക്കെ പൊതുശത്രുവായിട്ടാണ് BJP കാണുന്നത്. പൊതുശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഭാരതത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് ഇടയില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് BJP ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ. കാരണം അത്രയധികം ജനകീയ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇടനിലയില്ലാതെ ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലുമാണ്. ഏറെക്കുറെയൊക്കെ ചിലതൊക്കെ അത്തരത്തിലായിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP എന്നൊരു പ്രസ്ഥാനം ഇത്തരത്തിൽ ജനകീയമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇടയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒന്നിച്ചേ പറ്റുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും കൂടെ ഉണ്ട്. അവർക്ക് ഉള്ള അത്താണി എന്ന് പറയുന്നത് കേരളമാണ്. ഇടതുപക്ഷത്തിനും അതേ ഉള്ളൂ. അപ്പം ഇവിടെ മാത്രമേ അവർ രണ്ടായി നിൽക്കുന്നുള്ളൂ. എങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ BJP ജയിക്കുന്ന ഒരു സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ BJP പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ. പക്ഷേ ഇരു മുന്നണികളും അതായത് LDFും UDFും അവർ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. LDF പറയും UDFും BJP ആണ് ബന്ധം, UDF പറയും LDFും BJP ആണ് ബന്ധം. അവിടെയെല്ലാം BJPയെ കൂട്ടിക്കെട്ടുകയാണല്ലോ. അത് ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന ബൈ ഇലക്ഷനിൽ അവിടെ രാജീവ് ഗാന്ധിയുടെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പടത്തിനോടൊപ്പം അവിടെ യെച്ചൂരിയുടെ പടമാണ് ഒരേ പോസ്റ്ററിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. ഈ തൊട്ട് താഴെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചാണ്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് അതെ അതുപോലെ തന്നെ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് തന്നെയാണ്. ഇവിടെ പക്ഷെ പരസ്യമായിട്ടില്ല ഇല്ലെന്നേ ഉള്ളൂ. BJP പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ BJPക്ക് എതിര് നിൽക്കാനോ വേണ്ടിയിട്ട് ഇവർ ഒരുമിക്കാറുണ്ട് ഇപ്പോഴും. കേരളത്തിൽ സീറ്റ് നേടുന്നത് ഒക്കെ അത് ഒരു പക്ഷെങ്കിൽ BJPക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ 24? തീർച്ചയായിട്ടും. കാരണം ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് നല്ല അക്കൗണ്ട് തുറക്കണം പാർലമെൻറ്റിലേക്ക്. കാരണം ഇപ്പം ഈ പ്രാവശ്യം BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അല്ലെങ്കിൽ NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തികച്ചും അതായത് വികസനം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ആക്രമിക്കണം. കാരണം BJPയുടെ മുമ്പിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നും അല്ലാതായി. അപ്പോൾ ഇനി അവരെ നമ്മൾ ആക്രമിച്ചേക്കും അല്ലെങ്കിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ട ആവശ്യം വരുന്നില്ല. BJP വികസനം മുന്നിൽ വെച്ചുകൊണ്ട്, കാരണം ജനങ്ങൾക്കറിയാം, കാരണം വികസനം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിനെ നേരിടും. ഒന്നിലധികം സീറ്റ് നേടുമെന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ ഒന്നിലധികം സീറ്റ് നേടിയാൽ അത് കേരളത്തിൻ്റെ വികസനം തന്നെ മാറ്റിമറിക്കും. സീറ്റ് നേടുന്നതിനപ്പുറം വോട്ടിംഗ് ശതമാനത്തിലൊരു വർധനവല്ലേ BJPയുടെ ഇന്നലകളിലെ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായി മാറുന്നത്? വോട്ടിംഗ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഭരണത്തെ കേരള ജനം എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കാരണം പല മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കാൻ എന്താണേലും സാധിക്കില്ല. കാരണം എല്ലാ മണ്ഡലങ്ങളും നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല. ചില മണ്ഡലങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടങ്ങിയിട്ടുണ്ട് മാസങ്ങളായി. അവിടെ നമ്മൾ ജയിക്കുകയും ബാക്കി മണ്ഡലങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയത്തോടടുക്കുന്ന തരത്തിലുള്ള വോട്ടിംഗ് ശതമാനം വർധനമാണ് ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും BJP വോട്ടുകൾ കുറയുന്നു അല്ലെങ്കിൽ BJP വോട്ടുകൾ മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നു, വോട്ട് കച്ചവടം നടത്തുന്നു എന്നൊരു ആരോപണം എപ്പോഴും ഉണ്ട്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ പോലും കഞ്ഞിക്കുഴി പോലെയുള്ള മേഖലകളിലൊക്കെ വോട്ട് മറിച്ചു. അല്ല BJPയുടെ പ്രാദേശിക ജനപ്രതിനിധികൾ പോലും
വോട്ട് മറിക്കണം എന്ന് പറയുന്നതിൻ്റേതായ ചില തെളിവുകളുമൊക്കെ പുറത്തു വന്ന ചില സാഹചര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലൊക്കെ BDJSൻ്റെ സ്ഥാനാർത്ഥിയായ സംഗീത വിശ്വനാഥനൊക്കെ മത്സരിച്ച സമയത്തൊക്കെയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഈ ഇടുക്കിയിൽ അത്തരമൊരു ഇടുക്കിയിൽ നിന്നല്ല പൊതുവെ BJPയുടെ വോട്ടുകൾ മറിയുന്നു എന്ന ഒരു ആരോപണത്തെ, പ്രത്യേകിച്ചും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ താങ്കൾ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നയാളാണ്, അത്തരം ഒരു ആരോപണങ്ങളെ തടയുവാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ട നടപടിയിലേക്കൊക്കെ പാർട്ടി പോകുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഇത് മാധ്യമങ്ങളിൽ അങ്ങനെ വരാറുണ്ട്, അതുപോലെ തന്നെ ജനങ്ങളങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അത്തരത്തിലൊരു വോട്ട് കച്ചവടം എന്ന് പറയുന്ന തരത്തിൽ യാതൊരുവിധ നടപടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പിന്നെ ചില സ്ഥാനാർത്ഥിമാരുടേതായി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല പക്ക സ്ഥാനാർത്ഥിയാണ്, പക്ഷേ അവർക്ക് ഒരു മുഖപരിചയമില്ലാത്ത ഈ മണ്ഡലത്തിൽ അറിയില്ല. നമ്മുടെ കേരള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പരിചയവും കൂടെ നോക്കാറുണ്ട്. എല്ലാ മണ്ഡലവും അല്ലെങ്കിലും ചില പ്രാദേശിക ഒരു പ്രാധാന്യം സ്ഥാനാർത്ഥി വരിക ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. മാറി ഇപ്പം ജനങ്ങൾ അറിയുന്നതാണോ, ഏതെങ്കിലും ജനകീയ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണോ, ഏതെങ്കിലും സമരമുഖത്തുണ്ടായിരുന്ന ആളാണോ, അല്ലെങ്കിൽ ഈ പുള്ളിയെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വികസനം ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് പ്രത്യേകിച്ച് ഈ പരിചിത മുഖമാണോ എന്ന് നോക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അതിൻ്റേതായ ഒരു പോരായ്മ മുന്നണി സംവിധാനത്തിൽ പല ഘട്ടങ്ങളിലും BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ആ ഒരു മുന്നണി സംവിധാനം എല്ലാ മുന്നണികൾക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതേ ഉള്ളൂ. അല്ലാതെ BJPയുടെ അടിത്തട്ട് മുതൽ BJPയുടെ പ്രവർത്തകർ ഇപ്പം വേറൊരാൾ കൂട്ടി ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. പിന്നെ പണ്ട് ഈ മറ്റ് മുന്നണികൾ പ്രചരണം നടത്താറുണ്ട്, നിങ്ങൾ ജയിക്കുകയല്ലോ, നമുക്കൊരു വോട്ട് തരണം. അല്ല, അവിടെ ഇപ്പോൾ ഇടതുപക്ഷം ജയിച്ച വലതുപക്ഷം ജയിച്ച ഇടതുപക്ഷം BJP വോട്ട് മേടിച്ചിട്ടാണ് എന്നൊരു ആരോപണം സ്വാഭാവികമായിട്ടും പ്രചരണമാണ്, അല്ലാതെ മാമൂല് പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ മറ്റൊരു ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എവിടെ ഇലക്ഷൻ നടന്നെന്ന് പറഞ്ഞാലും, ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ആന്ധ്രയിൽ 2 സീറ്റ് CPMൻ്റെ 2 സീറ്റ് നഷ്ടപ്പെട്ടു. പക്ഷെ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല. പക്ഷേ BJPയുടെ ആയിരുന്നു നഷ്ടപ്പെട്ടിരുന്നെന്നുണ്ടെങ്കിൽ അതായിരുന്നു വലിയ ചർച്ച. സ്വാഭാവികം, കാരണം ജനം ഇറക്കി വിടുന്നതാണ്. കേരള രാഷ്ട്രീയത്തിൽ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും BJP മിന്നുന്ന വിജയം വയ്ക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും 1% വോട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ കുറഞ്ഞാലും അതിനെ എടുത്ത് കാണിച്ചു. ചിലപ്പോൾ വോട്ടിംഗ് നേരത്തെ 1,00,000 വോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ 90,000 നടന്നിട്ടുള്ളതായിരിക്കും. അങ്ങനെയായിരിക്കും 1% കുറയുന്നത്. എങ്കിൽ പോലും പറയുന്നത് BJPയുടെ വോട്ട് കുറഞ്ഞു അവിടെ ഇത്ര ശതമാനം, പക്ഷേ സീറ്റ് കൂടിയിട്ടുണ്ട്, അത് പറയത്തില്ല. അങ്ങനെ ഏതൊക്കെ തരത്തിൽ, കാരണം അത് കേരളത്തിലെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ അതൊന്നും ബാധകമല്ല. കേരളത്തിലെ ഒരു ഫലത്തെ ആണോ അങ്ങനെ ഒരു ആശ്രയിച്ചല്ലല്ലോ കേന്ദ്രത്തിൽ മോദിയുടെ ഭരണത്തിൻ്റെ തുടർച്ചയോ അല്ലെങ്കിൽ എന്തു വന്നാലും അത് കേരളത്തിലെ ഒരു ഫലത്തെ അത് ബാധിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കേരളത്തിൽ നിന്നിപ്പോൾ ഒരു ജനപ്രതിനിധി കേന്ദ്രത്തിൽ എത്തിയില്ലെങ്കിൽ പോലും അവിടെ നരേന്ദ്രമോദി സുരക്ഷിതനാണ്. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം 303 ആണെങ്കിൽ സ്വന്തമായിട്ട് BJPക്ക് മാത്രം 303 ഉണ്ടെങ്കിൽ അത് 350 വർദ്ധിക്കും, ഉറപ്പാണ്. അവിടെ വേറെ പ്രശ്നം ഉണ്ടായിട്ടല്ല. ഇപ്പോൾ മലയാളത്തിലൊക്കെയുള്ള പ്രമുഖ മാധ്യമങ്ങളുടെയൊക്കെ സർവേയിൽ മോദിക്ക് മുൻവർഷത്തേക്കായാലും ഒരു അല്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡ് ഇടിവുണ്ടെന്നാണല്ലോ വരുന്നത്. ജയിക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ല, ചെറിയ ഇടിവുണ്ട് എന്നാണ്. ഒരു അത്ര ജനകീയത പോരാ എന്നൊരു മനോരമയുടെ ഒക്കെ സർവേ ഉണ്ടായിരുന്നു. അല്ല, അത് അത്തരം സർവേ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു മറ്റേ ഒരു വീക്കിലി ഉണ്ട്, ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി എന്ന് പറഞ്ഞൊരു, അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്ന ലോകത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ 1ാം സ്ഥാനം ഇപ്പോഴും ഈ വർഷവും മോദിയാണ്. ഈ വീക്കിലും ഉണ്ട്, വീക്കിനകത്തുണ്ട്. അപ്പം ഈ പറഞ്ഞതിനകത്ത് നമുക്ക് യോജിക്കാൻ ഉണ്ട്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സർവേ തന്നെ ജാർഖണ്ഡ് നേരെ വിപരീതമായില്ലേ? അതൊക്കെ ഒരു ലക്ഷ്യം വെച്ച് ഒരു ചുമ്മാ ചെയ്യുകയാണ്, ചെല്ലുന്നിടത്തില്ല. അതെ, അത്രേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പ്രത്യേകിച്ചും ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രം ആമുഖമായി ചോദിക്കുന്നതിൻ്റെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഓടി വന്നൊരു ഭരണം കേരളത്തിലേക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ
അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എപ്പോഴും കേന്ദ്രത്തിലേക്ക് വരുന്ന അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ഏറെ BJPക്ക് കഴിവ് തെളിയിക്കുവാൻ കേരളത്തിൽ കിട്ടുന്ന അവസരമാണ്. അതുകൊണ്ടാണ് കൂടുതൽ അതിലേക്ക് വിടുന്നത്. ഇവിടെ ഇപ്പോൾ ഇടുക്കി പോലെയുള്ള ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് മണ്ഡലത്തെ സീറ്റ് സമയത്തൊക്കെ ഇവിടെ താങ്കൾ പറഞ്ഞു ഒരു പരിചിതവും ഇല്ലാത്ത മുഖങ്ങളാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. അത് ശരിക്കും BJPയെ ബാധിക്കുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP കെട്ടുറപ്പുള്ള രീതിയിലൊക്കെ ഇടുക്കിയിൽ പ്രവർത്തന രംഗത്തുണ്ട്. ആ ഒരു റിസൾട്ട് വരുന്ന സ്വാഭാവിക പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് വരേണ്ടത്. ആ ഒരു ഫലത്തിലേക്ക് എത്തിക്കുവാൻ BJP കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മ. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കഴിഞ്ഞ നമുക്കറിയാലോ മറ്റേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സമരം നയിച്ചതും ജനങ്ങളോടൊപ്പം നിന്നതും ഭാരതീയ ജനതാ പാർട്ടിയും ഞങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ചേട്ടനുമാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് പിടിച്ചിട്ട് ഉള്ളതും ഇല്ലാത്തതുമായ 247 കേസാണ് ചുമത്തിയത്. അത്രയധികം സജീവമായി നിന്നിട്ടും ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം കൊയ്തത് ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. കാരണം 19 സീറ്റിൽ അവർ ജയിച്ചു. അല്ല അതിന് ശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല ശരിക്കും ശബരിമല വിഷയമൊന്നും AC ഇല്ലെന്നുള്ളത് അല്ല AC ഇല്ല അല്ല ഞാൻ സൂചിപ്പിച്ചത്. അതായത് അപ്പം ജനങ്ങളോട് അതിൻ്റെ വന്ന ഫാക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് അന്നേരം സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇവിടുന്ന് BJP ഏതൊക്കെയാലും അധികാരത്തിൽ വരില്ല. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു വയനാട്ടിൽ. അപ്പം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഭയന്നാണല്ലോ ഇവിടെ വന്നത്. കാരണം ഒരു സീറ്റ് എവിടെയെങ്കിലും കിട്ടണമല്ലോ, അങ്ങനെ വന്നതാണ്. പക്ഷേ ആ സമയത്ത് ഒരു ഇമ്പാക്റ്റ് അത് കോൺഗ്രസ്സിലേക്ക് പോയി. ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെ അടിസ്ഥാനപരമായിട്ട് സമരമുഖത്ത് അതായത് ഞാൻ തന്നെ നിരവധി സമരങ്ങൾ നമ്മുടെ പ്രാദേശിക തലത്തിൽ ഇവിടെ പീരുമേടിലും അറിയാമല്ലോ നമ്മൾ MLAക്കും എതിരെ കാരണം നടത്തിയ പ്രത്യേകിച്ച് തോട്ടം മേഖല നമ്മുടെ ഒരു വീക്ക്നെസ്സും കൂടാണ്. കാരണം ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. തീർച്ചയായിട്ടും. അപ്പം ഇത്രയും ഉണ്ടായിട്ട് ഇത്രയും അതായത് എന്നാ പറയുന്നത് ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ ദ്രോഹിച്ചിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ഫലം കൊയ്തത് മറ്റു മുന്നണികളാണ്. എന്ന് വെച്ചാൽ ഇടത് വലത് മുന്നണികൾ. താങ്കൾ പറഞ്ഞു വന്നത് കഷ്ടപ്പെടാൻ നമ്മളും ആദായം എടുക്കാൻ മറ്റൊരാളും വരികയാണ്. അതല്ല BJPക്ക് അത് കൊയ്യാൻ സാധിക്കാതെ വന്ന ഇത്തരം രാഷ്ട്രീയ മുഖങ്ങൾ കാരണം പരിചിതമല്ലാത്ത മുഖങ്ങൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇപ്പോഴും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഒരു കാഴ്ചപ്പാട് വ്യക്തമല്ലേ? കാരണം ഒരു മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ പല പാർട്ടികൾ ചേരുന്നുണ്ട്. ഇപ്പോൾ NDAക്ക് തന്നെ മുന്നണികളുണ്ട്. അത്തരമൊക്കെ സീറ്റ് വിഭജനം വരുമ്പോഴും ഈ പ്രാദേശിക തലത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥാനാർത്ഥികളെ വേണ്ടേ? അങ്ങനെ ഒരു സംഭവം പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഇപ്പോൾ അതാത് മണ്ഡലത്തിലുള്ളവർ തന്നെയാണ്. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന ആൾക്ക് ഇപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു. അങ്ങനെയുള്ള ചുരുക്കം സംഭവങ്ങളെ മാറ്റിവെച്ചാൽ പ്രാദേശിക അതാത് മണ്ഡലത്തിൽ നിന്നൊക്കെയല്ല സ്ഥാനാർത്ഥികളല്ലേ വരുന്നത്. അല്ല BJP സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായ നേട്ടങ്ങളും പ്രാദേശിക തലത്തിൽ നിന്ന് സ്ഥാനാർത്ഥി നിന്നപ്പോഴേ ഉള്ളൂ. കാരണം നമ്മുടെ STB മോഹൻദാസ് അദ്ദേഹം അന്നാർതുളയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന് നമ്മൾ സ്ഥാനാർത്ഥിയാക്കിയ സമയത്തായിരുന്നു ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചത്. ആ സമയത്ത് എന്ന് വെച്ചാൽ മുന്നണി സംവിധാനം ഇല്ലാത്തപ്പോഴാണ് അത്രയും കിട്ടിയത്. 59,000 വോട്ട് ലഭിച്ചു. എന്നാൽ അതിനുശേഷം നമ്മളൊരു മറ്റ് ജില്ലയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി BJPയുടെ ലെവലിൽ തന്നെ. അന്ന് നമുക്കതിന് 9,000 വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരിചിതനാണ്. ഇദ്ദേഹം കാലങ്ങളായിട്ട് ഇവിടെ അന്നാർതുളയിൽ താമസിക്കുന്ന ആളാണ്. നമ്മുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് എത്രയായിരുന്നു? 79,000 വോട്ടാണ് ലഭിച്ചത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇടുക്കി സീറ്റ് ഇപ്പോൾ മുന്നണി ചർച്ച വല്ലതും ആയോ? BJPക്കാണോ BDJസിനാണോ? മുന്നണി NDA യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റിൻ്റെ നടന്നു. ഈ ആഴ്ച ജില്ലയുടെ ഉണ്ടാവും. അതിനുശേഷം കൺഫേം ആവുള്ളൂ. അല്ല സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് വന്നിട്ടില്ല. ബാക്കി അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് അല്ല ഞാൻ ചോദിച്ച മുന്നണി സംവിധാനത്തിൽ ഇടുക്കി സീറ്റ് ഓൾറെഡി BDJസിനാണോ അതോ BJP ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ? അത് അതിൻ്റെ തീരുമാനം വന്നിട്ടില്ല. അത് മാത്രമല്ല അത് സ്റ്റേറ്റാണ് അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. എന്തായാലും BJPക്കാണ് അതായത് BJPയുടെ ചിഹ്നത്തിലാണ് ഇടുക്കിയിൽ ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥി വരുന്നത് എങ്കിൽ ഞാൻ ഉദ്ദേശിച്ച താമരയാണ് വരുന്നത് എങ്കിൽ ഈ കഴിഞ്ഞ വർഷം ലഭിച്ച വോട്ടിനേക്കാൾ വൻ വർധന ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ഉറപ്പാണ്. BJP അതായത് നമ്മുടെ പലർക്കും
ചിഹ്നം പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. BJP എന്ന് പറയുമ്പോൾ താമരയാണ്. താമര ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥി വന്നാൽ ഇടിക്കുന്നത് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. ഇടുക്കി നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും. എന്തായാലും ഈ ആലങ്കാരികം പറയുന്ന പോലെ നൂലക്കെട്ടി ഇറക്കിയല്ല, ഇല്ല ഇറങ്ങില്ല എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നതും അങ്ങനെ തന്നെയായിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവ് ആണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുവാനായിട്ട് തക്ക രീതിയിലേക്ക് BJPയുടെ പ്രാദേശിക തലം തൊട്ടുള്ള പ്രവർത്തകരും കമ്മിറ്റികളും സജ്ജമാണ്. തീർച്ചയായിട്ടും. അതായത് BJPയുടെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബൂത്താണ് BJPയുടെ ബേസ്. ബൂത്തിൽ നമ്മൾ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ബൂത്ത് തലം. അത് ഈ ഒരു 1.5 മാസക്കാലം അതിനൊരു ചെറിയൊരു കുറവ് അതാത് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും വന്നായിരുന്നു. കാരണം ജില്ലാ പ്രസിഡന്റിൻ്റെ ആരോഗ്യസ്ഥിതി കാരണം കോർഡിനേഷൻ്റെ ചെറിയൊരു പ്രശ്നം. പക്ഷേ എങ്കിലും ജനപഞ്ചായത്ത് എന്ന് പറഞ്ഞ പരിപാടി എല്ലാ പഞ്ചായത്തുകളിലും നടത്തിയിട്ട് വളരെ പോസിറ്റീവായി ജനങ്ങൾക്ക് നല്ലൊരു ഉന്മേഷമുണ്ടായിട്ടുണ്ട് ജനപഞ്ചായത്ത്. കാരണം വീട്ടിലിരുന്ന പല പ്രവർത്തകർ പോലും, പ്രായാധിക്യം കൊണ്ട് വീട്ടിലിരുന്ന പ്രവർത്തകർ വരെ സജീവമായി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി അണികൾക്കൊരു അല്പം ഊർജ്ജം പകർന്നു കൊടുത്തു. തീർച്ചയായിട്ടും അത് ജനപഞ്ചായത്ത്. യെസ്, ഓക്കെ. എന്തായാലും വളരെ അമുഖമായി ചോദിച്ചു നോക്കാം. നമുക്ക് ഇടുക്കിയിലെ പ്രശ്നങ്ങളിലേക്ക് വരാം. BJP ഏറ്റെടുക്കുന്ന ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പം പ്രത്യേകിച്ചും ചിന്നക്കനാൽ പോലെയുള്ള മേഖല പ്രശ്നങ്ങളൊക്കെ നിൽക്കുകയാണ്. അവിടെ ഈ വനനിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മരവിപ്പിച്ചു എന്നൊക്കെ ഗവൺമെൻറ് പറയുന്നു. മരവിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ ആലങ്കാരികമായ മാധ്യമ ഭാഷയല്ല. അത് അങ്ങനെ ഒരു സംഭവം ഒന്നും നിയമപരമായിട്ടില്ല എന്നുള്ള വസ്തു നിലനിൽക്കുന്നുണ്ട്. അവിടെ BJPയുടെ പിന്നെ പ്രിയപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷും താങ്കളും ചിന്നക്കനാൽ പോയിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് VC വർഗീസൊക്കെ അവിടെ ചെല്ലുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ BJPയുടെ ഒരു പരിസ്ഥിതി സെല്ല് മിസ്റ്റർ MN ജയചന്ദ്രൻ്റെ കോർഡിനേറ്റായിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയുടേതായ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിരുന്നു. അവിടെ വനനിയമം ഉടൻ പാസ്സാക്കണം, അവിടെ വനം പിന്നെ പുറപ്പെടുവിച്ച ആ വനനിയമം ഉണ്ടല്ലോ, ആ വനനിയമം അതേപടി നടപ്പാക്കണം, മരവിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ശരിക്കും BJPയും BJP പരിസ്ഥിതി സെല്ലും ഇത് രണ്ടും രണ്ട് തട്ടിലാണ്. ഒരിക്കലുമല്ല. അതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കാരണം എന്നുവെച്ചാൽ വെളിയിൽ BJP ജനകീയ വിഷയം കഴിഞ്ഞ ദിവസം നിങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകൾ, വിവിധ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനകളെല്ലാം വരികയും ഇത്തരത്തിൽ ഭൂവിഷയം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂനിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സമരം ചെയ്യാൻ വരെ BJP തയ്യാറാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ എങ്ങനെയാണ് അതിലേക്ക് കേന്ദ്ര ഇപ്പം വനനിയമം കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ വനനിയമം നിലവിലുള്ളവരെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ആ വനനിയമം വന്നിരിക്കുന്നത്. പക്ഷേ ആ നടപ്പിലാക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ആ വനനിയമം നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലങ്ങളായിട്ടും തലമുറകളായിട്ടും താമസിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാലങ്ങളായി താമസിക്കും. അതായത് അങ്ങനെ വരുമ്പോൾ ചിന്നക്കനാലിൻ്റെ വിഷയം നിൽക്കുകയാണ്. ആ രണ്ട് ധ്രുവങ്ങൾ തമ്മിൽ അതിനിടയിൽ കിടക്കുന്ന ഈ പറയുന്ന കർഷകർ അവിടെ വിഷയം നേരിടുന്ന മേഖലയുണ്ടല്ലോ, അത് വനമായി വരികയാണ്. അല്ല, അതിന് കാലങ്ങളായിട്ട് അവർ അനുഭവിച്ചു വരുന്ന ആ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാം. അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങുവാൻ വേണ്ടി സംസ്ഥാന അധ്യക്ഷന് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ സന്ദർശിച്ചതിന് ശേഷം കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഈ വിഷയം ഉന്നയിക്കും. അദ്ദേഹം വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം പഠിക്കാൻ വേണ്ടി അദ്ദേഹം നേരിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഭൂവിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ നേരിട്ടൊരു സമരം നയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ സന്നദ്ധ സംഘടനകളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ നിങ്ങളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സമരം ചെയ്താൽ ഞങ്ങളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ഈ BJP കാണുന്ന, അതായത് കേന്ദ്ര ഭരണം ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ ഭൂനിയമത്തിൻ്റെ അല്ലെങ്കിൽ ഭൂപ്രശ്നങ്ങളുടെ ഒക്കെ കാതലായ കുറ്റം ആരോപിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പരസ്പരം പഴിചാരുകയാണ്. ഇപ്പം നിങ്ങൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട
നേതാക്കൾ എത്തുമ്പോൾ കേരളത്തെ കുറ്റം പറയുന്നു, കേരളവുമായി ബന്ധപ്പെട്ട് എത്തുന്നവർ കേന്ദ്രത്തെ കുറ്റം പറയുന്നു. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടുക്കി ഉടുമ്പന്നൂർ റോഡിൻ്റെ പോലും വിഷയം, വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ ഭൂവിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാൻ BJP സമീപ കാലഘട്ടങ്ങളിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതായത് കേന്ദ്ര വനം മന്ത്രിയെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം, അതായത് ഇവിടെ സുരേന്ദ്രൻ ചേട്ടൻ ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങൾ ധരിപ്പിച്ച് ആ വിഷയവുമായി നേരിട്ട് വനമന്ത്രിയുമായിട്ട് പോയി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഈ റീസണായിട്ട് നടന്ന സംഭവമാണ്. ഇവിടെ വന്നതിന് ശേഷം കട്ടപ്പനയിൽ ഇത്തരത്തിലൊരു യോഗം നടത്തിയതിന് ശേഷം അവരുടെ എല്ലാവരുടെയും ആഗ്രഹവും തീരുമാനവും പിന്നെ സംഘടനയുടെ നമ്മുടെ സംഘടനയുടെ BJPയുടെ ഇവിടുത്തെ ഇടുക്കി ജില്ലയുടെ അഭിപ്രായവും എല്ലാം കൂടെ ചേർത്ത് സുരേന്ദ്രൻ ചേട്ടന് കൊടുക്കുകയും അദ്ദേഹവും നമ്മുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും കൂടെ നേരിട്ട് പോയി വനമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഈ വിഷയം പഠിക്കാൻ വേണ്ടി ഈ വിഷയത്തിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ചിന്നക്കനാൽ വിഷയം, ആ വിഷയത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുവാനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഉടൻ തന്നെ ഇവിടെ വരികയും ചെയ്യും. ഈ ഭൂവിഷയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പട്ടയ വിഷയം എന്ന് പറയുന്നത്. അതെ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ സർവേ നടക്കുന്നു. സർവേക്ക് ഇപ്പം ഈ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനപ്പുറം വരുന്ന സ്ഥലം പുറമ്പോക്കായി രേഖപ്പെടുത്തുന്നു. അത്തരമൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം, അതായത് ഇപ്പം സന്തോഷിൻ്റെ പേരിലാണെങ്കിൽ, അല്ല താങ്കളുടെ പിതാവിൻ്റെ പേരിലാണെങ്കിൽ, അല്ല കുടുംബ സ്വത്തായി കിടക്കുന്ന സ്ഥലം, അത് പിന്നെ ഡിജിറ്റൽ സർവേയിലേക്ക് വരുമ്പോൾ എന്തായാലും മിച്ചഭൂമി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചെങ്ങല വെച്ച് അളന്നൊക്കെ വന്നത് ഡിജിറ്റൽ. ഇപ്പം ഇവിടെ ത്രാസാണ് പോലും, പട്ടയ ത്രാസിൽ നിന്നും ഇലക്ട്രോണിക് ത്രാസിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരും. അതുപോലെ വരുന്ന സ്ഥലങ്ങളിൽ മിച്ചം വരുന്ന ഭൂമി, പതിറ്റാണ്ടുകളായി പാരമ്പര്യമായി കൈവശിരിക്കുന്ന ഭൂമി, അത് അളന്ന് മിച്ചം വന്നാൽ അതുകൂടി ആ കർഷകൻ്റെ പേരിൽ രേഖപ്പെടുത്താതെ ഗവൺമെൻറ് തരിശ് എന്ന് രേഖപ്പെടുത്തി, റവന്യൂ തരിശ് എന്ന് രേഖപ്പെടുത്തി പോകുന്നത് അത് കർഷകരെ ദോഷമായി ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ചോദിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞേനെ. കാരണം കർഷകർ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ഇപ്പം നിലവിൽ ഈ പട്ടയ വിഷയം തന്നെയാണ് ഇടുക്കിയിൽ. കാരണം നമുക്കറിയാം പല മേഖലകളിലും 50 വർഷം വരെ കയ്യിൽ വെച്ച് അനുഭവിച്ച് വരുന്നതും കൃഷി ചെയ്ത് വരുന്ന സ്ഥലത്തിന് 1 ഏക്കറായിരിക്കാം, ചിലപ്പോൾ 50 സെൻറ്റ് ആയിരിക്കാം, ചിലപ്പം 2-3 ഏക്കറായിരിക്കും, അതിന് പട്ടയം കിട്ടുന്നില്ല. അതായത് 4 ഏക്കർ താഴെയുള്ളവർക്ക് പട്ടയം കൊടുക്കണമെന്ന നടപടി അല്ലെങ്കിൽ തീരുമാനം സംസ്ഥാന സർക്കാരും എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ മാറി മാറി വന്ന സർക്കാരുകളും ഉദ്യോഗസ്ഥരെയും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മാറി മാറി വന്ന ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥരും ഒന്നും സാധാരണക്കാരനോ കർഷകനോ പട്ടയം കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഇൻഷുറൻസ് കമ്പനി പോലെ അങ്ങനെ കൊടുക്കാതിരിക്കാം. അതുപോലെ മറ്റൊരു വിഷയം, ഞാൻ കഴിഞ്ഞ LA കമ്മിറ്റിയിലുണ്ടായിരുന്നു, പീരുമേടിൻ്റെ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഇരുന്നപ്പം അറിയാൻ സാധിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഏറ്റവും അധികം പട്ടയം കൊടുത്തിരിക്കുന്നത്, ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം പട്ടയം കൊടുത്തിരിക്കുന്നത് മറ്റ് ജില്ലയിലുള്ളവർക്കാണ്. മറ്റ് ജില്ലയിൽ നിന്നും, അതായത് തിരുവനന്തപുരം, മറ്റ് 13 ജില്ലയിൽ നിന്നുള്ളവർക്ക് ഇവിടെ പട്ടയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു വ്യക്തി ചെന്ന് പട്ടയം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഇവിടെയുള്ള കിട്ടാതെ വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റേ ഇടനിലക്കാരുണ്ട് ഒത്തിരി പേര് പട്ടയം. ആ ഇടനില നിർത്തിച്ചു നമ്മൾ. പിന്നെ ഈ അളക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരല്ല പോകുന്നത്. ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും റിസോർട്ടിലിരിക്കും. അളക്കുന്നത് അവരുടെ ആരെങ്കിലും വെച്ചിരിക്കുന്ന ഒരു പ്രാദേശിക അളവുകാരനായിരിക്കും. പിന്നെ മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നത്, പട്ടയം കൊടുക്കാൻ ഇപ്പം 181/1 എന്ന് പറഞ്ഞ സർവേ നമ്പറിൽ പട്ടയം കൊടുക്കണം. അവിടെ ചെന്ന് നോക്കുമ്പം 181/1 500 ഏക്കറാണുള്ളതെന്നെങ്കിൽ 500 ഏക്കറിന് പട്ടയം കൊടുത്തിരിക്കുക. എൻ്റെ കാര്യം പിടിയിട്ട്. അപ്പോൾ 500 ഏക്കറിന് പട്ടയം കൊടുക്കും. പിന്നെ ഇവൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ ചിലപ്പോൾ 50 വർഷമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയായിരിക്കും. പക്ഷേ ഇവൻ്റെ ഭൂമിക്ക് പട്ടയത്തിന് ചെല്ലുമ്പോൾ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥ കണക്കെന്ന് പറയുന്നത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അതിപ്പോൾ 500 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ 500 ഏക്കറും പട്ടയം കൊടുത്തു. പക്ഷേ ഇനി പട്ടയം അവിടെ 400 പേർക്ക് പട്ടയം വേണം തരും. പക്ഷേ 500 പട്ടയം കൊടുത്തു. പട്ടയം കൊടുക്കാൻ സ്ഥലമില്ല. സത്യത്തിൽ അർഹതപ്പെട്ടവർ കിട്ടിയിട്ടുമില്ല. പട്ടയങ്ങളാണ്. അതാണ് ഈ സമാന വിഷയമാണ് വാഗമണ്ണിൽ നിലനിൽക്കുന്നത്. വാഗമണ്ണിൽ സമാന വിഷയമല്ല, അത് വലിയൊരു വിഷയമാണ്. ആൾമാറാട്ടം നടത്തിവരെയാണ് അവിടെ. താങ്കൾ വരെ ആ വിഷയത്തിൽ ബന്ധപ്പെട്ടാണല്ലോ. അതായത്
വേറൊരാളുടെ പേരിൽ ഉള്ള എൻ്റെ പേരിലുള്ള വസ്തു നിങ്ങൾ വേറെ ആളിനെ വെച്ച് സ്വന്തമാക്കുക. ഭൂമി ജനിച്ചിട്ടില്ലാത്ത അഡ്രസ്സിലുള്ള ഒരു പട്ടയം ഉണ്ടാകുക. അതായത് വാഗമൺ മേഖലയിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ, കാരണം വാഗമണ്ണിൻ്റെ സൗന്ദര്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ സാധാരണ അവർ താമസിക്കുന്നവൻ അവിടെ ഒരു ഹോം സ്റ്റേ പണിത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 100 നൂലാമലകളാണ് പഞ്ചായത്ത് പറയുന്നത്. ഞാൻ ആ ഒരു വിഷയത്തിൽ വ്യക്തമായി പഠിച്ച ഒരാളാണ്, സന്തോഷം അറിയാലോ. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ചിന്നക്കനാലിലെ ഒക്കെ സമരത്തോട് ഒരു മാനസികപരമായ എനിക്കൊരു വിഷമമുണ്ട്. കാരണം ചിന്നക്കനാലിലൊക്കെ നിൽക്കുന്നത് നമ്മളൊക്കെ പറഞ്ഞ അപ്പാവികളാണ്, പട്ടിണി പാവങ്ങൾ. അവരുടെ മുഖത്തേക്ക്, ഞാൻ ചിന്നക്കനാൽ സമരപന്തലിൽ പോയ ആളാണ്. അവിടെ ഞാൻ അരമണിക്കൂർ മേളിൽ പ്രസംഗിച്ച ആളാണ്. അവരുടെ വീടുകളിൽ ഞാൻ സന്ദർശിച്ചതാണ്. അതൊക്കെ കാലങ്ങൾ, അവിടുത്തെ ഒരു തെങ്ങൊക്കെ നിൽക്കുന്ന കണ്ടാൽ 50 വർഷത്തിന് മേൽ പഴക്കമുണ്ട്, പ്രായമുണ്ട്, ഇല്ലേ? അപ്പം ആ ചിന്നക്കനാലിൽ, അപ്പം അവിടെയൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഈ അസ്ഥിയൊക്കെ തള്ളിയ എന്ന് വെച്ചാൽ അത്രമേൽ അധ്വാനിക്കുന്ന പട്ടിണി പാവങ്ങളാണ്. നേരെ മറിച്ച് വാഗമണിലോട്ട് ചെന്നാൽ ഞാൻ അടിവരയിട്ട് പറയാം, ഒരാൾ പോലും കർഷകനില്ല. 10 കോടി 20 കോടി 30 കോടി 50 കോടിക്ക് മേളിൽ ആസ്തിയുള്ളവൻ മുതൽ 10, 300, 500 കോടിക്ക് ആസ്തിയുള്ള മുതലാളിമാർ മാത്രമേ ഉള്ളൂ, അല്ലേ? കറക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ അവിടുത്തെ അത് നിയമപരമായി കോടതി നിൽക്കുന്നൊരു കേസെന്നുകൊണ്ട് ഞാനത് കൂടുതൽ പരാമർശിച്ചു പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിലൊക്കെ BJP യുടെ ഇടപെടലുണ്ടാകുന്നു. തീർച്ചയായും അതിന് പട്ടയത്തിൻ്റെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു. അത് പട്ടയവുമായി ബന്ധപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് പറഞ്ഞാൽ, ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്നവനാണ് സർവേ നമ്പർ. ഇപ്പം 181/1 അതിലേക്ക് വരുമ്പോഴത്തേക്കും ഭൂമിയില്ല, ഉടനെ സർവേ നമ്പർ മാറ്റിയിടും. വേറെ ഏത് ഭൂമിയാണുള്ളത്? ഇപ്പോൾ വേറെ സമാന വിഷയം ജില്ലാ ആസ്ഥാനം താന്തിക്കണ്ട മേഖലയിലുണ്ട്. അത് ജില്ലയിൽ ഈ വ്യാപകമായിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് വരുന്ന അവർ പൈസ കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പിന്നെ ഈ രവീന്ദ്രൻ പട്ടയം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയിലെ തന്നെ പ്രമുഖമായൊരു രാഷ്ട്രീയ പാർട്ടിയോടെ പിരിവ് തന്നെ തുടങ്ങിയെന്ന് രവീന്ദ്രൻ തന്നെ പറഞ്ഞു. അത് പട്ടയം പുതിയത് കൊടുക്കാൻ വേണ്ടി. ഇപ്പം പീരുമേട് നടക്കുന്ന ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞു. പീരുമേടല്ല, ഉടുമ്പൻചോല ഇവിടെയൊക്കെ നടക്കുന്നത്. അതായത് ഇടനിലക്കാർ വീണ്ടും സജീവമായി. ഇടനിലക്കാരുണ്ട് ഇപ്പം. ഇടനിലക്കാരെന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെയും റവന്യൂവിൻ്റെ ആൾക്കാരുമൊക്കെയാണ്. അവരിടനില നിൽക്കുക. ഇപ്പം തഹസിൽദാറിന് ഇത്ര കൊടുത്താലേ നിങ്ങളുടെ ആക്കിത്തരാം എന്ന് പറയുക. അതായത് അവരുടെ മിസ്റ്റേക്ക് ഒന്ന് നോക്കണം. 950 പട്ടയം പീരുമേട് ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി പാസ്സാക്കിയത് എല്ലാ വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം കളക്ടറേറ്റ് അയച്ചപ്പോഴത്തേക്കും പലതിലും ന്യൂനതകളാണ് അവരയച്ചിരിക്കുന്നത്. അവസാനം കളക്ടർ പറഞ്ഞ് ഞാൻ വീണ്ടും സന്ദർശിച്ചതിന് ശേഷമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ 950 പേരുടെ പട്ടയം കഴിഞ്ഞ പട്ടയമേളയിൽ 200 പേരെ 150 പേർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ ചിന്നക്കനാലിൽ ഇപ്പം ഈ സമാന രീതിയിൽ സമരം നയിച്ച ഒരു AD ജോൺസൺ, അദ്ദേഹം ഇത് ഇന്നലെ തൊട്ട് ഇടുക്കി വില്ലേജ് ഓഫീസിന് ഫ്രണ്ടിൽ ഇപ്പം ഒരു പടുത കെട്ടി അനിശ്ചിതകാല സമരം തുടങ്ങി. അദ്ദേഹത്തിന് ജില്ലാ ആസ്ഥാനത്ത് കോടികളിലോ ലക്ഷങ്ങളിലോ ആസ്തി ഉണ്ടെന്നാണ് അവിടുത്തെ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഈ ഭൂമിയിൽ അയാൾക്ക് 1 സെൻറ്റ് സ്ഥലമില്ല. അതയാൾ ഇന്നലെ തൊട്ട് സമരം ആരംഭിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ശരിക്കും പഠിച്ച് പരിഹരിച്ച് യഥാർത്ഥമായി ഭൂമി ഇല്ലാത്തവരെ സംരക്ഷിച്ച്, അതായത് സീറോ ലാൻഡ് ഉള്ളവരെയൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഗവൺമെൻറ് അല്ലെ ഭരണകൂടം സ്വീകരിക്കണ്ടേ? തീർച്ചയായും. അല്ല, അതിൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം ഭരണകക്ഷി അത് ചെയ്തില്ല എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതാരാ? പ്രതിപക്ഷമാണ്. പ്രതിപക്ഷവും അത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, വാഗമണിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പം 2004 അതായത് കേരളം കണ്ട ഏറ്റവും വലിയ സമരം സംഘടിപ്പിച്ചത് ഭാരതീയ ജനതാ പാർട്ടി. ഞാൻ അന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. 2004 അന്ന് 22 കയ്യേറ്റക്കാരെ കണ്ടെത്തുകയും രാജൻ മതേക്കറുടെ റിപ്പോർട്ടിന് പ്രകാരം വാഗമണ്ണിൽ 22 വൻകിട കയ്യേറ്റം ഉണ്ടായിരുന്നു. ആ 22 നമ്മുടെ സമരമൊക്കെ തുടർന്നും മറ്റ് പല സംഘടനകളും സമരം വെച്ചതിനെ തുടർന്നും മാറ്റി. 22 കയ്യേറ്റവും തിരിച്ചു പിടിച്ചു, റവന്യൂവിൻ്റെ കസ്റ്റഡിയിലാക്കി. പക്ഷേ അത് അവിടെ ബോർഡ് സ്ഥാപിച്ചു. പക്ഷേ ഇന്ന് പല ബോർഡുകളുമില്ല. ഇപ്പം വാഗമൺ മൂൺമല എന്ന് പറയുന്ന സ്ഥലം, അതായത് മൂലമറ്റം പോകുന്ന വഴിക്ക് വാഗമണ്ണിൽ നിന്ന്, അത് നേരത്തെ ബോർഡ് വെച്ചതാണ്. വാഗമണ്ണ് വില്ലേജിൻ്റെ പരിധിയിൽ തന്നെ 9 ബോർഡ് വെച്ച് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞു. ആ 9 ബോർഡും ഇപ്പം ഇല്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ അവിടുത്തെ ഏരിയ പ്രസിഡന്റിനെ കൊണ്ടും ഏരിയ കമ്മിറ്റിയെ കൊണ്ടും നമ്മൾ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരാവശ്യം വെച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
കാരണം നമ്മൾ ആ സമരം വീണ്ടും നമ്മൾ ഏറ്റെടുക്കും. കാരണം അവിടെ സാധാരണക്കാരന് ഭൂമിയില്ല, പട്ടയവും കിട്ടത്തില്ല. ഈ കയ്യേറ്റക്കാർ വന്ന് കയ്യേറുകയും തൊട്ടടുത്തുള്ള ഇപ്പം നിങ്ങളുടെ കയ്യിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ല 1 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ നിന്ന് ഒരു 10 സെൻറ്റ് തരാമോ എന്ന് ചോദിക്കും. റവന്യൂ ഭൂമി കിടക്കുന്നിടത്തുള്ള ആളുടെ സ്ഥലം 10 സെൻറ്റ് പട്ടയമുള്ള സ്ഥലം 10 സെൻറ്റ് അങ്ങ് വാങ്ങും. എന്നിട്ട് ഒരു 1.5 ഏക്കർ അങ്ങ് വളയും. പട്ടയം 10 സെൻറ്റിനേ ഉള്ളൂ. കാലുകുത്തി നിൽക്കാനുള്ളത് മേടിച്ചിട്ട് ഇപ്പോൾ സമാനമായിട്ട് മഞ്ചുമല വില്ലേജിൻ്റെ സത്രം ഭാഗത്ത് ഇത്തരത്തിൽ, അതായത് ടൂറിസം പ്രദേശങ്ങളിലെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കും. ഈ വാഗമണ്ണ് പ്രത്യേകത ഉണ്ട്. കാരണം പരിസ്ഥിതിയിലുള്ള മേഖലയിൽ നിന്നും വാഗമണ്ണ് ഒഴിവാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന കയ്യേറ്റവും അല്ലെങ്കിൽ ഈ മാഫിയകളുടെ ഒരു താവളമായി മാറി. ഇപ്പം നിലവിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റാണിമുടിയിൽ തന്നെ 88 റിസോർട്ടുകളാണ് അതിനകത്ത് കിട്ടുന്നത്. 88. അതിൽ വേറൊരു പ്രദേശം കഴിഞ്ഞ ഒരു റിസോർട്ട് പോലും 10 കോടി താഴെയുള്ളതില്ല. ഏലപ്പാറ പഞ്ചായത്തിൻ്റെ കീഴിൽ അവരുടെ റിപ്പോർട്ടുള്ളത് മാത്രം 1400 ഉള്ളൂ. ബാക്കി ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന 100 കണക്കിന് വേറെയുണ്ട്. അതായത് ഒരു 3000-ഓളം ചെറുതും വലുതുമായ സാധനങ്ങൾ ഏലപ്പാറ പഞ്ചായത്തിൽ മാത്രമുണ്ട്. പലതിനും പെർമിറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് പഞ്ചായത്ത് ഇരുന്ന സെക്രട്ടറി, അതായത് തോട്ടം മുറിച്ചു വിറ്റ സ്ഥലത്ത്, തോട്ടത്തെക്കുറിച്ച് അറിയാമല്ലോ, തോട്ടം മുറിച്ചു വിറ്റ സ്ഥലത്ത് സ്ഥലം വാങ്ങി ഒരാൾ ഏലപ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ച് 3 നില നിർമ്മിക്കാനുള്ള അനുമതിയേ ഉള്ളൂ. 3 നിലയും വേണമെങ്കിൽ ഒരു റൂഫും കൂടെ ഇറക്കാം. ഭൂമിക്ക് താഴെ ഒരു നില ഉണ്ടെങ്കിൽ അതും കൂടെ ആവാം. ഇത് ഭൂമിക്ക് മുകളിൽ തന്നെ തേയില പറിച്ചു മാറ്റി 6 നില പണിതു. അതിനെതിരെ രേഖാമൂലവും എല്ലാം പരാതി ഉണ്ടായിട്ടും ഒരു നടപടിയില്ല. അത് വിജിലൻസിന് കൊടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ അവിടെ നിന്നും പൈസ വാങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ സെക്രട്ടറി, 1 വർഷമായി അദ്ദേഹം, ഇന്നലെ ആകുമ്പോൾ 1 വർഷമായി അദ്ദേഹത്തിനെ കൈയോടെ പിടിച്ചത്, കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ സസ്പെൻഡും ചെയ്തു. ഇടുക്കിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ഇടുക്കിയിലെ ഈ പട്ടയത്തിലേക്ക് നമ്മൾ തിരിച്ചറിയാം. ഇവിടെ ഇപ്പോൾ ഈ ഇരട്ടയാറ്, അയ്യപ്പൻകോവിൽ, കഞ്ചാറ് അങ്ങനെയുള്ള പഞ്ചായത്തുകളിലൊക്കെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് 10 ചെയിൻ എന്ന് പറയുന്നത്. അവിടെ കുറച്ച് വിഷയം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുള്ള ഇടപെടലുണ്ടോ? തീർച്ചയായിട്ടും അന്ന് ആ വിഷയം പരിഹരിക്കുന്നതിലും സജീവമായി ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. അതിനകത്ത് അന്നുണ്ടായിരുന്ന ഇവിടുത്തെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രാദേശികമായിട്ട് പല തടസ്സങ്ങളും ഉണ്ടായപ്പോഴും നമ്മൾ പാർട്ടിയുടെ ലേബലിൽ തന്നെ പാർട്ടിയുടെ സഹകരണം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അതിന് പ്രകാരം അളന്നു തിരിക്കാനുമൊക്കെ ജനങ്ങളോടൊപ്പം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അന്ന് നിന്നിരിക്കുന്നത്. തുടർന്നും എല്ലാ വിഷയങ്ങളിലും ജനകീയമായ എല്ലാ വിഷയവും നമുക്ക് നേരിട്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുകയല്ല, എങ്കിലും ജനകീയമായ രാഷ്ട്രീയ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കേന്ദ്രത്തിൻ്റെ സഹായം എന്തിനാവശ്യമുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഇടുക്കി ഉടുമ്പന്നൂർ റോഡ്, അത് ഒരുപക്ഷെ സന്തോഷം അതിനെക്കുറിച്ച് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല. മുൻപ് ജോയ്സ് ജോർജ്, റോഷി അത് MLA ആയിരിക്കുന്ന കാലത്ത് തന്നെ, റോഷി വന്നിട്ട് ഇപ്പോൾ 25 വർഷമാകുന്നു, ആ കാലഘട്ടത്തിൽ സജീവമായിരുന്നു. റോഷി അത് ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞ് ഫ്ലെക്സൊക്കെ വെച്ചു, ഒന്നും നടന്നില്ല. പിന്നീട് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ആയിട്ട് വന്നു, ഇപ്പം പണിയുന്നു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ചു, ഒന്നും നടന്നില്ല. 2ാം ഘട്ടത്തിലേക്ക് ജോയ്സ് മത്സരരംഗത്ത് വന്നപ്പോൾ ഡീനും ഒക്കെ പറഞ്ഞ സമയത്ത് വീണ്ടും ഉടൻ പണിയെന്നും പറഞ്ഞ് ജോയ്സ് ഫ്ലെക്സ് വെച്ചു, ഒന്നും നടന്നില്ല. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് കയറിയതിന് ശേഷം ഇത് ഇപ്പോൾ പണിയാണ്, എല്ലാ തടസ്സങ്ങളും നീങ്ങിയെന്ന് പറഞ്ഞ് സമീപകാലത്തും പറച്ചിൽ മാത്രം. പക്ഷെ അവിടെയെല്ലാം ഈ വനനിയമം ഒരു വലിയ തടസ്സമാണ്. അവിടെ കേന്ദ്ര ഇടപെടൽ അനിവാര്യമാണ്. കാരണം ആ റോഡിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വന്നത് പ്രളയത്തിൻ്റെ 2018 പ്രളയ സമയത്ത് കളക്ട്രേറ്റിന് അവിടുത്തെ വഴി പോയപ്പോഴാണ് തൊടുപുഴയ്ക്കൊരു സമാന്തര റോഡ് എന്ന ചിന്ത വന്നത്. മണിയാറൻകുടിയിൽ നിന്നും, അതായത് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് 62 കിലോമീറ്റർ യാത്ര ചെയ്താൽ തൊടുപുഴ എത്താം. ഈ മണിയാറൻകുടി ഉടുമ്പന്നൂർ വഴി തിരിഞ്ഞാൽ 35 കിലോമീറ്ററിന് അവിടെ എത്താം. എന്നുവെച്ചാൽ നേർ പകുതിയാണ്. മണ്ണിടിയുന്ന സംഭവമില്ല. നിരപ്പ് വഴി, ടൂറിസം മേഖലയ്ക്ക് അനുയോജ്യമായ വഴി. പണ്ട് ഈ തൊടുപുഴ മേഖലയിൽ നിന്നൊക്കെ ഇടുക്കിയിലെ ജില്ലാസ്ഥാനത്തേക്ക് നമ്മുടെ പൂർവികരൊക്കെ കുടിയേറി വന്ന വഴിയാണ്. അത് കാനനപാതയാണ്. ഒരു മരച്ചില്ല പോലും, അത് കൃത്യമായി പറയാൻ ഞാനില്ല, യാത്ര ചെയ്തയാളാണ്. ഒരു മരം ചെറിയ നിൽപ്പുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ ബസ് പോകണം, അതൊന്ന് തട്ടുവായിരിക്കാം, അത് ഇച്ചിരി കൂടെ നീങ്ങാൻ ഇഷ്ടം പോലെ ഇടയാ, മാറിയാൽ മതി, ആ മരവും വെട്ടണ്ട. അതായത് ഒരു മരച്ചില്ല പോലും മുറിക്കാതെ പണിയാൻ പറ്റിയ റോഡാണ്. സിമ്പിളായിട്ട് പണിയാം, ഒരു വലിയൊരു എർത്ത് വർക്ക് പോലും വേണ്ട. ഇത്തരം
തടസ്സം നിൽക്കുന്ന വനം, അത് വനനിയമം, അത് പ്രത്യേകിച്ചും കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത്തരം മേഖലയുടെ തടസ്സം മാറ്റാൻ BJP നോക്കിയാലല്ലേ എളുപ്പം സാധിക്കുക? അത് ഈ വിഷയം ആധികാരികമായി കൂടുതൽ എനിക്കറിയില്ല, എങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചാണ്. ഈ കിലോമീറ്ററിൻ്റെ ഇതും അത്തരം വിഷയം ഈ പറഞ്ഞതുപോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന MP-യും അതുപോലെ തന്നെ ഇപ്പോഴത്തെ MP-യും, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിഷയങ്ങൾ എന്തെങ്കിലും കേന്ദ്രം വിചാരിച്ചു കഴിഞ്ഞാലേ നടക്കുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ലേ ഇവരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവരെ തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ യാഥാർത്ഥ്യം അവിടെ ബോധ്യപ്പെടുത്തുവാൻ ഇതുവരെ, കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷനോട് പറയുകയും ആ വിഷയവുമായി വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ ഇത് അവിടെ നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, റോഡ് വികസനത്തിൽ BJP ഒരിക്കലും കാരണം കേരളത്തെ അവഗണിച്ച് പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇത്രയധികം റോഡിന് പണം കൊടുത്തത് ഇതിനു മുമ്പ് ഏതെങ്കിലും കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നോ ഇത്രയധികം പണം കൊടുത്തത്? അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ വശം അവിടെ ധരിപ്പിക്കുവാൻ ജനപ്രതിനിധിക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം ശീതകാല സമ്മേളനം നടക്കില്ലേ, ഇപ്പം വേണേലും പറയാമല്ലോ, ഈ വിഷയം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഈ വിഷയം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഏതെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ? അത് ഇവിടെ നിന്ന് പോയ ജനപ്രതിനിധികളുടെ അപാകത ഈ വിഷയത്തിൽ നമ്മൾ നിലവിലെ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഫോളോ അപ്പ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. ഓക്കെ, ഈ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം നമുക്കൊരു 2019 5000 പുനർജനി പദ്ധതിയിൽ 5000 കോടി, 2020 1000 കോടി, 2021 ഒരു 12,000 കോടി. കോടികൾക്കൊന്നും ഒരു കുറവില്ല. പക്ഷേ ആ കോടികളൊക്കെ ഇപ്പോൾ കോടി പുതച്ച് കിടത്തിയേക്കാണ്. തീർച്ചയായിട്ടും ഇത് ശരിക്കും അതിനകത്ത് ഒരു 20.7 കോടിയുടെ എങ്ങാണ്ട് പദ്ധതി ഇപ്പം നെടുങ്കണ്ടത്തെ ആയുർവേദ കോളേജ് ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ 10 പൈസ ഇതുവരെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇത്തരം ഇപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭ തന്നെ പീരുമേട്ടിൽ തേക്കടിയിൽ കൂടി കടന്നുപോയിരിക്കുകയാണ്. ഈ ഇതേക്കുറിച്ച് ഒരു പരാമർശവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. അപ്പോഴും പണം ചെലവഴിച്ചു എന്ന് ചില കണക്ക് പറയുമ്പോഴും 1 രൂപ പോലും ചെലവഴിച്ചില്ല എന്ന് വിവരാവകാശ രേഖയും പുറത്തു വരികയാണ്. ഈ ഒരു കാര്യത്തിൽ BJP നിലപാടുന്നത്, അതായത് BJP പല പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം 5 കോടി അനുവദിച്ചപ്പം തന്നെ അത് ഉപയോഗിക്കാതെ വരികയും അതിലെ ആവശ്യം ഉന്നയിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ നിലവിലെ മുഖ്യമന്ത്രിക്ക് തന്നെ പല പ്രാവശ്യവും ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിവേദനങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു തീരുമാനം, അതായത് ഈ പറഞ്ഞതുപോലെ ഇവർ ഉല്ലാസയാത്ര നടത്തുകയാണ്. ഇതിപ്പോൾ ഉല്ലാസയാത്ര, അതിൽ തീരുമാനത്തിന് വേണ്ടിയിട്ടല്ലല്ലോ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള യാത്ര എന്ന് പറയുന്നത് ഒരു ഉല്ലാസയാത്രയായിട്ട് മാത്രമേ BJPക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം പല മേഖല എന്ത് ചെയ്തിട്ടാണ് ഇവർ ഈ ഇത്തരത്തിൽ നവകേരള യാത്ര നടത്താൻ ഇവർക്ക് എന്താ യോഗ്യതയുള്ളത്? യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം ചെലവഴിക്കുക, ദൂർത്തടിക്കുക. ഇന്നലെ ലക്ഷങ്ങളാണ് വണ്ടിപ്പെരിയാർ കുമ്മണി മേഖലകളിൽ ലക്ഷങ്ങളാണ് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും അതായത് കൊക്കയാർ നേരത്തെ സൂചിപ്പിച്ച പ്രളയ സമയത്ത് കൊക്കയാറിൽ തകർന്നവർക്ക് 10,000 ആദ്യ ഗഡു കൊടുക്കാറുണ്ടായിരുന്നു, ആശ്വാസം, വെള്ളം കയറിയവർക്കും വീട് പൊട്ടിയും. അതുപോലും ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. ഇത്ര വർഷമായിട്ട് ഇതുവരെ കിട്ടാത്തവർ നിലവിൽ കൊക്കയാറിലുണ്ട്. അവിടെ ഒരു വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകണം. അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള ഈ പ്രഖ്യാപിക്കുക ഇത്ര കോടി. ഇപ്പോൾ തോട്ടം മേഖലയിൽ കേന്ദ്ര സർക്കാർ പണം കൊടുക്കുക എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാം? ഇവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് തൊഴിലാളിയെ അധിവസിപ്പിക്കാൻ വേണ്ടി. ഇതുവരെ നടപടിയില്ല. ബാക്കി പണം സ്ഥലം കണ്ടെത്തി കൊടുക്കേണ്ടതാരാ? സംസ്ഥാന സർക്കാരാണ്. സ്ഥലം കണ്ടെത്തി കൊടുക്കുകയും ഇവരുടെ വിഹിതവും കൊടുക്കണമല്ലോ. കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന വിഹിതവും ഇവർ പേരുമാറ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോയി ജനങ്ങളിൽ എത്തുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എത്തണ്ടേ? ഈ കൊടുക്കുന്ന പൈസ പോലും താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല. ഇവർ കുറേ പ്രഖ്യാപനങ്ങൾ മാത്രം. ഇപ്പം ഈ പറഞ്ഞ ഈ വിഷയം, ഈ പാക്കേജ് 18 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 18 കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ 1 രൂപ പോലും ഒരു ചില്ലിക്കാശ് പോലും ചെലവഴിച്ചില്ല. അതിന് തീർച്ചയായിട്ടും ഇത് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു പണം അനുവദിക്കാതെയും ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞ് അത് ജനങ്ങളെ അറിയിക്കുന്ന തരത്തിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ന് രാവിലെ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്,
ഒരു KSRTC-യുമായി ബന്ധപ്പെട്ട ഒരാൾ കോടതിയെ സമീപിച്ചാണ് പെൻഷൻ യഥാസമയം കിട്ടുന്നില്ല. പക്ഷേ ഹൈക്കോടതിയുടേതായ ഒരു പരാമർശം, വളരെ പ്രസക്തമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. പെൻഷൻ കൊണ്ട് മാത്രം ശിഷ്ടജീവിതം നയിക്കാമെന്ന കോൺസെപ്റ്റ്, ചിന്ത പാടില്ല എന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം പെൻഷൻ കൊടുക്കുന്ന ഒരു നടപടിയൊന്നും ദീർഘകാലം ഉണ്ടാകില്ല എന്ന രീതിയിലേക്ക്. അതായത് ഞാൻ ചോദിക്കാൻ വരുന്നത്, കോടതിയുടെ പരാമർശം ഇന്ന് മാധ്യമങ്ങളിലുണ്ട്. ഈ ഏകീകൃത പെൻഷൻ സമ്പ്രദായത്തെ BJP പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ടോ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്കവാറും ഈ ചോദിക്കാൻ കാരണം ഈ വരുന്ന ഇലക്ഷനിൽ അതൊരു വലിയ ആയുധമായിരിക്കും. തീർച്ചയായും. അതുമാത്രമല്ല MLA-മാർ MP-മാരുടെ പെൻഷനും ഇത് കാരണം ജീവിത രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ലേ. നമ്മളിപ്പം 1 കിലോ അരി വാങ്ങണമെങ്കിൽ 65 രൂപയാണെങ്കിൽ ഇപ്പോൾ MP വാങ്ങിച്ചാലും 65 ഉള്ളൂ. അല്ല, MP-ക്ക് കൂടുതൽ MP അല്ലെങ്കിൽ MLA ആണെങ്കിൽ 100 രൂപയുടെ അരിയല്ലല്ലോ, 65 തന്നെയാണല്ലോ അരി. അങ്ങനെ പറയാൻ പറ്റില്ല പ്രസിഡന്റ്. അതറിയാവും, ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് സർക്കാർ ആശുപത്രി ഇഷ്ടമല്ല, പക്ഷെ നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളൊന്നും ഇവിടെ ചികിത്സിക്കുകയല്ല. അവരുടെ ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പൈസ അത് വേണം. അപ്പൊ ഞാൻ വെച്ചേക്കുന്ന കന്നഡയല്ല, തങ്ങൾക്ക് കന്നഡ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ജീവിത ചെലവ് കൂടുതലല്ലേ. അത് വരുത്തി വെക്കുന്ന ജീവിത ചെലവാണല്ലോ. അല്ല, സ്വാഭാവിക. ഞാൻ പറയട്ടെ, ഇവിടുത്തെ ആരോഗ്യ മേഖല ഡോക്ടർമാർ കഴിവുള്ളവരല്ലേ. അവരെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ഇവർ പുറത്തു പോകുന്നത്. ഞങ്ങളുടെ ആരാധ്യയായ സുഷമ സ്വരാജ്, അവർ അസുഖം വന്ന് മരിക്കുന്നതിന് മുമ്പ് അവർ എവിടെ വേണേലും ഏത് രാജ്യത്ത് കൊണ്ട് വേണേലും ചികിത്സിക്കാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോഴും അവർ പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഡോക്ടർമാരുടെ ചികിത്സ ചെയ്തോളെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏത് ജനപ്രതിനിധി ഇവിടെ പറയും? ഇവിടെയുള്ള മുഖ്യമന്ത്രി അമേരിക്കയെ ഗോബായ്ക്ക് പറയും, അല്ലെങ്കിൽ അമേരിക്കയെ എന്നാ ബൂർഷാസി എന്ന് പറയും. പക്ഷേ പുള്ളി ചികിത്സിക്കുന്നത് എവിടെയാണ്? അവിടെ പോയല്ലേ ചികിത്സിക്കുന്നത്. ഈ ചികിത്സയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, താങ്കൾ ഉൾപ്പെടുന്ന പീരുമേട് മണ്ഡലത്തിൽ ജില്ലാ സ്ഥാനത്ത് ഇപ്പം ഇടുക്കി ജില്ലയിലെ ചികിത്സാ സൗകര്യം എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ രീതിയിൽ തൊടുപുഴ മാത്രമേ ഉള്ളൂ. ജില്ലാ സ്ഥാനത്തേക്ക് എത്തിയാൽ ഇപ്പം ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴും കാർഡിയോളജിസ്റ്റിൻ്റെ പോലും ഒഴിവ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് പീരുമേട് വണ്ടിപ്പെരിയാറിൻ്റെ ശോചനീയാവസ്ഥയെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. ഇതേ നാളെ ഇപ്പം പുറ്റടിയിൽ നിരാഹാര സമരം തുടങ്ങുകയാണ്. കാരണം ഡോക്ടർമാരില്ല. പുറ്റടി ആശുപത്രി എന്നൊക്കെ പറയുന്ന, ഗവൺമെൻറ് ആശുപത്രി എന്നൊക്കെ പറയുന്നത് നല്ല അടിസ്ഥാന സൗകര്യങ്ങളുള്ള ആശുപത്രിയാണ്, ഡോക്ടർ മാത്രം മതി. അതായത് ഉള്ള ഡോക്ടർമാർ പോലും ഹൈറേഞ്ചിലേക്ക് ജോലിക്ക് വരാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഗ്രാമീണ സേവനം എന്നൊരു സംഭവം ഉള്ള അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ സ്ഥിരമായി ഇപ്പോൾ ഈ അടിമാലി അല്ലെ തൊടുപുഴ പോലുള്ള മേഖലകളിൽ ആശുപത്രിയോടനുബന്ധിച്ച് തന്നെ സ്വകാര്യ ക്ലിനിക്കുകളും മെഡിക്കൽ സ്റ്റോറുകളും ലാബുകളും ഒക്കെ നടത്തി കച്ചവടം മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്ന ഡോക്ടർമാരുണ്ട്. അവിടെയൊക്കെ നിർബന്ധമായി അവിടെ കറക്റ്റ് ആളേ ഉള്ളൂ. പക്ഷെ ഒട്ടുമില്ലാത്തടത്തേക്ക് കുറച്ചുപേരെ മാറ്റാനുള്ള ഒരു നടപടിയെങ്കിലും ഗവൺമെൻറ് സ്വീകരിക്കണ്ടേ? BJP ഈ കാര്യത്തിൽ പ്രക്ഷോഭ പരിപാടി അതിൽ സംഘടിപ്പിക്കും. പ്രക്ഷോഭ പരിപാടിയല്ല, ആദ്യം നമ്മൾ നിയമപരമായും കൂടെ നീങ്ങണം. കാരണം ഈ വിഷയം നമ്മൾ അന്ന് ചർച്ചയ്ക്ക് ശേഷം ഞാൻ അന്ന് എനിക്ക് സ്ഥാനം കിട്ടിയില്ല. ഞാൻ ജില്ലാ പ്രസിഡന്റുമായി എൻ്റെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അപ്പം നമുക്ക് അതിനൊരു നിവേദനം കൊടുക്കുകയും കേന്ദ്രത്തെ അറിയിച്ചുകൊണ്ട്, കാരണം ഇതിനൊരു സ്ഥിര പറഞ്ഞ പോലെ ഗ്രാമീണ മേഖലയിലെ സേവനം അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമാണ്. പക്ഷേ പലരും വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഈ ഏത് മേഖലയിലാണെങ്കിലും യൂണിയൻ്റെ അതിപ്രസരം വലിയ വിഷയമാണ്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. കാരണം നിങ്ങളിപ്പം ഇവിടെ വന്ന് പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് പറയും, ട്രാൻസ്ഫർ വാങ്ങിച്ചു കൊടുക്കുന്ന ആരാ? ഭരിക്കുന്ന കക്ഷിയുടെയും പ്രതിപക്ഷ കക്ഷിയുടെയും ഒക്കെ യൂണിയൻ നേതാക്കന്മാരാണ്. അവരുടെ അണികൾ തന്നെ സമരം ചെയ്യും. അപ്പോൾ ഇവിടെ പ്രാദേശികമായിട്ട് എന്ത് പറ്റും? നമുക്ക് ഡോക്ടർമാരില്ലാതാവും. പക്ഷേ അവർ പറയാ ഇല്ല, നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും ഇവിടെ പരിശീലനം നടത്തിയിട്ടേ പോകാവുള്ളെന്ന് ഏതെങ്കിലും ഒരു യൂണിയൻ തയ്യാറായാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അവർ ഇപ്പം എൻ്റെ യൂണിയനിൽ പെടുന്ന ഒരാൾ നിങ്ങളവിടെ സേവനം അനുഷ്ഠിക്കണം എന്ന് അല്ല ഞാൻ ട്രാൻസ്ഫർ വാങ്ങി തരില്ല എന്ന് പറയട്ടെ, അങ്ങനെ പറയാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. നമുക്ക് സമയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഒരൊറ്റ ചോദ്യം കൂടി അവശേഷിക്കുന്നു. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയാണ്. ഏലത്തിന് ഉൾപ്പെടെ അടിസ്ഥാന വില നിശ്ചയിക്കുന്ന ഒരു കാര്യത്തിൽ കേന്ദ്ര തീരുമാനം ഉണ്ടാവും? കേന്ദ്ര തീരുമാനം അത്തരം കാര്യങ്ങൾ കാരണം ബന്ധപ്പെട്ട സ്റ്റേറ്റ്, കാരണം ഇവിടെ റബ്ബറിന് 100-250 വില കൊടുത്താൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന സംഘടനകളും സമുദായ സംഘടനകളൊക്കെ നിലനിൽക്കുകയാണ് എൻ്റെ ഈ ചോദ്യം. അല്ല, നമ്മൾ ചുമ്മാ ഒരു വാഗ്ദാനം നൽകാൻ ഒരിക്കലും കേന്ദ്രം തയ്യാറാവില്ല.
എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള ഇപ്പം ഇവർ ആവശ്യപ്പെടുന്നത് പോലെ ഇപ്പം ഏലത്തിന് 2000 അല്ലെങ്കിൽ 5000 അങ്ങനെ ഇവിടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏലം കർഷകർ വളരെയധികമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നടക്കുന്ന അശാസ്ത്രീയമായ ലേലമാണ്. അതൊക്കെ ശാസ്ത്രീയമായി അത് നേരെ ചൊവ്വേ നടന്നാൽ തന്നെ കർഷകന് വില കിട്ടും. അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കേന്ദ്രത്തോട് നമ്മളും സമീപിക്കും. ഇവിടെ വന്ന കഴിഞ്ഞ യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷന് അത്തരത്തിലുള്ള നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെ പഠിച്ച് സംസ്ഥാന അധ്യക്ഷൻ അവിടെ കൃഷി വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെടുകയും ചെയ്യും. ഓക്കെ, എന്നാണെങ്കിലും എനിക്ക് ഒരു കാര്യം കൂടെ, താങ്കളുടെ അവസരമാണ്. അതായത് മറ്റൊന്നുമല്ല, എന്നെ ഏറ്റവും ബാധിക്കുന്നതും ഏറ്റവും അധികം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം സമരം ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് തോട്ടമേഖല. ആ തോട്ടമേഖലയുടെ ഒരു ദയനീയമായ ഒരു സാഹചര്യം കൂടെ ലയങ്ങളുടെ ഒക്കെ പ്രശ്നം നിൽക്കുന്നു. അതുപോലെ തന്നെ 24 വർഷമായി പീരുമേട് ടീ കമ്പനി പൂട്ടിയിട്ട് ഇതുവരെ ഞാൻ പറയുന്നത് മാറി മാറി വന്ന ആരും തന്നെ, അല്ലെങ്കിൽ ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന ആരും തന്നെ, വാഴൂർ സോമൻ MLA ഞാൻ പലപ്പോൾ ചോദിച്ചപ്പോഴും കേന്ദ്രത്തിൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞേക്കുന്നത്. അല്ല, അദ്ദേഹം ഞാനുള്ള ഒരു വേദിയിൽ പറഞ്ഞു, നിർമ്മലാ സീതാരാമനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു, അവർ പറഞ്ഞത് ഇന്ന പോലെയാണ്, അവരാണ് ഇടപെടേണ്ടത്, നിങ്ങളും കൂടെ ഒന്ന് സഹായിക്കണം. ഞാൻ അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചുമ്മാ പൊള്ളയ കാര്യങ്ങളാണ്. കാരണം ഇപ്പം 10 കോടി രൂപ ഇത് തോട്ടമേഖലയ്ക്ക് വേണ്ടി അനുവദിച്ചതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ കൊടുത്തില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. തോട്ടമേഖലയ്ക്ക് യാതൊരുവിധ സംരക്ഷണവുമില്ല. ഇപ്പം ഏതാണെങ്കിലും താൽക്കാലികമെങ്കിലും BJPയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റിൻ്റെ ചുമതലയിലാണ് സന്തോഷ്. ഇടുക്കി വിഷൻ്റെ പ്രേക്ഷകരോട് ഈ ചർച്ചയുടെ അവസാനം എന്താണ് പറയാനുള്ളത്? ഇടുക്കിയെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങളിൽ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിക്ക് ഏറ്റവും അധികം പണം, അതായത് വികസനം എത്തിക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ടൂറിസമാണ്. ആ ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭൂവിഷയങ്ങളിലും കൂടാതെ തോട്ടം മേഖലയിലെ വിഷയങ്ങളും ഈ പറഞ്ഞ പോലെ ഇടുക്കി ഉടുമ്പന്നൂർ റോഡിൻ്റെ വിഷയത്തിലും എല്ലാം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം തന്നെ ഞാനുണ്ടാവും. ഇതിനു മുമ്പുള്ള പ്രസിഡന്റുമാർ തുടങ്ങിവെച്ച പല സമരങ്ങളുണ്ട്, അല്ലെങ്കിൽ പല വികസന കാര്യങ്ങളുണ്ട്. അത് ഞാൻ തുടർന്നുകൊണ്ട് തന്നെ പോകും. പിന്നെ BJP ജില്ലയിൽ ഞാൻ ഈ അവധി എൻ്റെ അവധിയല്ല, ജില്ലാ പ്രസിഡന്റ് അവധിയെടുത്തിരിക്കുന്ന ഈ സമയത്ത് എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ചുമതല പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും. മലയോര കർഷകൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും അത്യധികമായി ഇടപെടുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് ശ്രീ സന്തോഷ് കുമാർ പങ്കുവച്ചത്. ഭൂവിഷയമായാലും റോഡിൻ്റെ വിഷയമായാലും കാർഷിക മേഖലയിലെ നാണ്യവിളകളുടെ അടിസ്ഥാന വില സംബന്ധിച്ചാണെങ്കിലുമൊക്കെ കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുക എന്നതാണ് തന്നിൽ നിക്ഷിപ്തമായ കടമയെന്നാണ് BJPയുടെ ഇടുക്കി ജില്ലയുടെ താൽക്കാലിക അമരക്കാരൻ്റെ വാക്കുകൾ. എന്നാലും ഫേസ് ടു ഫേസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുമ്പോഴേയും നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. പപ്പ, ഈ ക്രിസ്മസിന് ഓൾ ഫാമിലിക്കും ഗിഫ്റ്റ് കൊടുക്കണം. ഇതാണ് എന്റെ ലിസ്റ്റ്. അപ്പൂപ്പനൊരു M&N TV, ബില്ലിമ്മയ്ക്കൊരു അടിപൊളി ഗ്രൈൻഡർ, ചേട്ടായിക്കൊരു സ്മാർട്ട് ഫോൺ, ചിന്നുവാവിക്കൊരു കുട്ടി ഹെഡ്ഫോൺ, അമ്മ ചേച്ചിക്കൊരു ലാപ്ടോപ്പ്. വാടി മോളെ. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ, ഏറ്റവും മികച്ച ഓഫറുകൾ, ആകർഷകരമായ ഫിനാൻസ് സ്കീം, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ, 75% വരെ വിലക്കുറവ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് 20% വരെ ക്യാഷ് ബാക്ക്. ഈ ക്രിസ്മസിന് ഗൃഹോപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകൂ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഓഫറുകളിലും. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.